ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്കയിറച്ചി ഫ്രൈ ആണ് കേട്ടോ. കക്കയിറച്ചി ഫ്രൈ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. വേവട്ടെ. ഇത്തിരി മുളകും മല്ലിപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് വേവിക്കുകയാണ്. വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ആക്കാം. അതിന് വേണ്ടി ഞാനിവിടെ സവാള 2 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകുണ്ട് ചെറുത്, കറിവേപ്പിലയുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-8 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചീനച്ചട്ടി എടുത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ് കക്കയിറച്ചി ഫ്രൈ. തോരന എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. കക്കയിറച്ചി കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ വേണം കേട്ടോ. കക്കയിറച്ചി ഫ്രൈ ആക്കാനായിട്ട് എണ്ണ വേണം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അല്ല, ഒന്ന് ബ്രൗൺ കളറായിക്കോട്ടെ. ചൂട് കാരണം എല്ലാവരും വിഷമിച്ചിരിക്കുമായിരിക്കും അല്ലേ. എന്ത് ചെയ്യാനാ, നമ്മളെല്ലാം സഹിക്കുക, അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. ധാരാളം വെള്ളം കുടിക്കുക, തണുപ്പിച്ച് വെള്ളം കുടിക്കുക. നാരങ്ങ വെള്ളവും മുരുമ്പെള്ളവും എല്ലാം കഴിക്കുക. ഫ്രൂട്ട്സൊക്കെ കഴിക്കണം, നല്ലതാണ്. മാമ്പഴം, തണ്ണിമത്തൻ, ഇങ്ങനെയുള്ള ജ്യൂസ്, ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുക. ഇപ്പോൾ ധാരാളം വെള്ളമാണ് ഇപ്പോൾ ആവശ്യം. നമ്മുടെ ശരീരത്തിലെ വെള്ളം എല്ലാം വറ്റിപ്പോവാണ് ചൂടുകൊണ്ട്. അപ്പോൾ എല്ലാവരും വെള്ളം ധാരാളം കുടിക്കുക. സവാള ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാൻ 2 സവാളയാണ് അരിഞ്ഞ് വെച്ചത്. 1.5 സവാള ഇട്ടാൽ മതിയാവും. ഈ പച്ചമുളക് ഒരെണ്ണം എടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് കുരുമുളകാണ് അതിൻ്റെ മെയിൻ സാധനം. പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകം, വലിയ ജീരകം പൊടിച്ചത്. വലിയ ജീരകവും കുരുമുളകുമാണ് അതിൻ്റെ മെയിൻ പൊടി, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഡ്രൈ ആക്കട്ടെ, എന്നിട്ട് ശരിയാക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.
കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് വിടുക. ബ്രൗൺ കളറാവട്ടെ. നല്ലോണം കഴുകി തിരുമ്മിയൊക്കെ എടുക്കണം. കക്കയിറച്ചി എന്ന് പറഞ്ഞ സാധനം വലുതാണെങ്കിൽ നമുക്ക് നെക്കിയൊക്കെ കളയാം. ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി കഴുകിയിട്ട് വേണം കളയാൻ, അതിൻ്റെ അഴുക്ക് കളയാനായിട്ട്. വലുതാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ നെക്കിയെടുക്കാം നമുക്ക്. അഞ്ചെട്ട് പ്രാവശ്യം കഴുകേണ്ടി വരും ഈ കക്കയിറച്ചി. മണ്ണുണ്ടാവും, മണ്ണ്. അപ്പം അതൊക്കെ പോകാൻ വേണ്ടി ഒരു 8 പ്രാവശ്യമെങ്കിലും കഴുകണം. വീഡിയോ അധികം നീളാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കഴുകിയതൊന്നും കാണിച്ചിട്ടില്ല. എല്ലാവരും നല്ലോണം കഴുകിയെടുക്കണം, മണ്ണുണ്ടാവും. ബ്രൗൺ കളർ ആയിക്കോട്ടെ. നമുക്കൊരു മസാല എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൽ വലിയ ജീരകമുണ്ട്, കുരുമുളകുണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാൻ കണ്ട, ഞാൻ തേങ്ങാക്കൊത്തൊന്നും ചേർക്കണില്ല. തേങ്ങയാണ് അതിൻ്റെ പകരം ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മസാല എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചേക്കണ കക്കയിറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഫ്രൈ ആവണം. കുറച്ച് എണ്ണയും കൂടി വേണം. എണ്ണ ധാരാളം വേണം ഈ കക്കയിറച്ചി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ഇതിനൂടെ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഫ്രൈ ആയിക്കോട്ടെ. പിന്നെ ഉപ്പുണ്ടോ നോക്കണം. ഇനി ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്.
ഫ്രൈ ആകുന്നുണ്ട്. കുരുമുളകാണ് ഇതിന് മെയിൻ പൊടി. കുരുമുളക് ഇട്ടാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാം. കുരുമുളകും വലിയ ജീരകവും. ഫ്രൈ ആകുമ്പോൾ പൊട്ടുന്ന കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചക്കയിറച്ചി നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണ്. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി 2 മിനിറ്റും കൂടി ഇട്ട് ഇളക്കിയിട്ട് ഓഫാക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.